ആകാശവാണി തിരുവനന്തപുരം നിലയം അവതരിപ്പിക്കുന്നു അശ്വാരൂഢന്റെ വരവ്. രചന പെരുമ്പടവം ശ്രീധരൻ. ശബ്ദം നൽകുന്നവർ ശോഭി തിലകൻ, ജി കെ പിള്ള, ഡോക്ടർ രാജൻ നായർ, പ്രൊഫസർ അലിയാർ, പി സി സോമൻ, ഡോക്ടർ അംബി, ജോസഫ് ഗാൻസിസ്, പള്ളിപ്പുറം ജയകുമാർ, സുധാകരൻ വിതുര, മുഹമ്മദ് നുഫൈൽ, ആനന്ദവല്ലി, സീമാജി നായർ. സംവിധാനം എം രാജീവ് കുമാർ. സംവിധാന സഹായം വി എൻ ദീപ, ദുർഗ രാജു. അശ്വാരൂഢന്റെ വരവ്. ഊരിപ്പിടിച്ച ഉടവാളുമായി കുതിരപ്പുറത്തേറി ലോകം കീഴടക്കാനെത്തിയ ഒരാളുണ്ടായിരുന്നു, അലക്സാണ്ടർ. മഹാനായ അലക്സാണ്ടർ ചക്രവർത്തി യവന നാട്ടിലെ മാസിഡോണിയയിൽ നിന്ന് ആരംഭിച്ച ജൈത്രയാത്ര ചോരപ്പുഴകൾ നീന്തിക്കടന്ന് ഹിമവാന്റെ താഴ്വരകളിലെത്തി സ്വയം മതിയാക്കി മടങ്ങുമ്പോൾ ആ യുവാവിന് വെറും 33 വയസ്സ് പ്രായം. തിരികെ പുറപ്പെട്ട അലക്സാണ്ടർക്ക് പക്ഷേ യാത്ര പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല. BC 323 ജൂൺ മാസം 13-ാം തീയതി യാത്രാമധ്യേ ബാബിലോണിയ പട്ടണത്തിൽ വെച്ച് വിഷജ്വരം ബാധിച്ച് കിടപ്പിലായിരുന്ന അലക്സാണ്ടറെ ഒരാൾ വന്ന് കൂട്ടിക്കൊണ്ടുപോയി. അശ്വാരൂഢനായ ഒരാൾ, കറുത്ത കുതിരപ്പുറത്തേറി വന്ന ഒരാൾ. ആരാണുള്ളത് കാലത്തിന് മുന്നിൽ കീഴടങ്ങാതെ? ആരാണുള്ളത് കാലത്തിന് മുന്നിൽ കീഴടങ്ങാതെ? ആരാണ് മഹാനായ അലക്സാണ്ടറോട് ഈ ചോദ്യം ചോദിക്കാൻ? തിരുമേനി, തിരുമേനി. ആരാ ആരാ? ആരും അങ്ങയോട് ചോദ്യങ്ങൾ ചോദിക്കുന്നില്ല. അങ്ങക്ക് വെറുതെ തോന്നിയതാണ്. മഹാനായ അലക്സാണ്ടറോട് ചോദ്യങ്ങൾ ചോദിക്കാൻ ഈ ഭൂമിയിൽ ആരാണുള്ളത്? ആരും ചോദിക്കാത്ത ചോദ്യങ്ങൾ ഞാൻ കേൾക്കുന്നതായിരിക്കും. അല്ലെങ്കിൽ കാലം എന്നെ വിചാരണ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടാവും. ഒന്നുമില്ലെന്നേ, അതൊക്കെ അങ്ങയുടെ തോന്നലാണ്. അലക്സാണ്ടർ ചക്രവർത്തിക്ക് മുന്നിൽ കാലവും തലകുനിച്ച് നിൽക്കുന്നത് ലോകം കണ്ടതല്ലേ? എവിടെ എന്റെ സേനാധിപന്മാർ? അരുത്, അങ്ങക്ക് തീരെ വയ്യ. ഇപ്പോൾ ആരെയും കാണണ്ട. എന്റെ സേനാധിപന്മാരെ കാണുന്നതിൽ നിന്ന് എന്നെ തടയാൻ നീ ആരാണ്? എന്നെ തടയാൻ നിനക്കെന്ത് അധികാരം? മനസ്സിലാക്ക്, മാസിഡോണിയയുടെ അധിപനായിരുന്ന ഫിലിപ്പ് രാജാവിന്റെയും ഒളിമ്പിയ രാജ്ഞിയുടെയും മകന്റെ പേരല്ല അലക്സാണ്ടർ. ലോകത്തിന്റെ അതിർത്തിയോളം കിടന്ന് തിരയടിക്കുന്ന മാസിഡോണിയയുടെ അഭിമാനത്തിന്റെ പേരാണത്. റോക്സാന, ഞാൻ പണ്ടത്തെ ആ പ്രഭുകുമാരിയല്ല. മഹാനായ അലക്സാണ്ടർ ചക്രവർത്തിയുടെ ഭാര്യയാണ്. ഇന്നലെയും കൊട്ടാരം വൈദ്യൻ പറഞ്ഞത് ഓർമ്മയില്ലേ? 6-7 ദിവസത്തെ വിശ്രമം കൂടി വേണമെന്ന്. എത്ര നേരം കൊട്ടാരത്തിനകത്ത് അടച്ചുപൂട്ടിയിരിക്കും? എനിക്ക് സൂര്യനെ കാണണം.
പടക്കളങ്ങളിൽ നിന്ന് പടക്കളങ്ങളിലേക്ക് പറക്കുമ്പോൾ ഞാൻ ഓർക്കുന്നുണ്ട് റക്സാന. 1000 ചിറകുകൾ വിടർത്തി പ്രപഞ്ചസീമകളിലേക്ക് കുതിക്കുന്ന കൊടുങ്കാറ്റെന്ന് എന്നെ ആരോ അന്ന് വിളിച്ചു. ഇപ്പൊ ആ കൊടുങ്കാറ്റിന്റെ അവസ്ഥ എന്താ? ചിറകുകളെല്ലാം തളർന്ന് ഈ ബാബിലോണിയൻ കൊട്ടാരത്തിനകത്ത് ഒരു തടവറയിലെന്ന പോലെ. നോക്കൂ, ഇപ്പോഴും പനിക്കുന്നുണ്ട്. യ്യോ, എന്റെ കൈ പൊള്ളി. അത് നിന്റെ കൈ അത്ര തളിരായതുകൊണ്ടാ. എവിടെ എന്റെ ആത്മസുഹൃത്തുക്കൾ, എന്റെ സേനാധിപന്മാർ? കസാൻഡർ, ലിസിമാക്കസ്, സെലൂക്യസ്, ടോളമി, ആന്റിഗോണസ്, എനിക്ക് കാണണം അവരെ. അവരോട് വരാൻ പറഞ്ഞ് ദൂതനെ അയച്ചിട്ടുണ്ട്. ഞാൻ അറിയാഞ്ഞിട്ട് ചോദിക്കുക, ഇതുവരെ തീർന്നില്ലേ യുദ്ധത്തിന്റെ കൊതി? ഏതു പരാജയത്തിന്റെ അടിയിലും ലോകത്തെ അത്ഭുതപ്പെടുത്താൻ പോടുന്ന ഒരു മഹാവിജയത്തിന് വേണ്ടിയുള്ള സ്വപ്നമുണ്ട്. ഇനിയും ആര് വിശ്വസിച്ച്? സൈന്യത്തിൽ അന്തഛിദ്രം തുടങ്ങിയെന്ന് അങ്ങ് തന്നെയല്ലേ പറഞ്ഞത്? ഏറെ വിശ്വസിച്ചവരാവും ഒരു നിർണായക ഘട്ടത്തിൽ ചതിക്കുന്നത്. ഏറ്റവും അടുത്ത സ്നേഹിതനാണ് എന്റെ പിതാവിന്റെ ഹൃദയത്തിൽ വാൾ കടത്തിയത്. സ്വന്തം മകളുടെ വിവാഹാഘോഷങ്ങൾ നടക്കുമ്പോൾ. അതങ്ങും ചെയ്തിട്ടില്ലേ? കുട്ടിക്കാലം മുതൽ കൂടപ്പിറപ്പിനെ പോലെ ഒപ്പം നടന്നിരുന്ന ഹെഫേഷ്യനെ, ആത്മമിത്രമായിരുന്ന ക്ലീറ്റസിനെ, അങ്ങനെ എത്രയെത്ര. ശത്രുക്കളുടെ ചതി മനസ്സിലാകും, പക്ഷേ അത് ആത്മമിത്രത്തിൽ നിന്നാകുമ്പോ ഹെഫേഷ്യനും ക്ലീറ്റസും ഞാനിപ്പോഴും സ്നേഹിക്കുന്നുണ്ടവരെ. എന്റെ തമ്പുരാനെ, അങ്ങ് ആരെയെങ്കിലും സ്നേഹിച്ചിട്ടുണ്ടോ ഹൃദയം കൊണ്ട്? ഉണ്ടോ? എന്റെ കണ്ണുകളിലേക്ക് നോക്കി പറ. സ്നേഹമെന്തെന്ന് ഞാൻ അറിഞ്ഞിട്ടില്ല. എന്നെ ആരും സ്നേഹിച്ചിട്ടില്ല. മാസിഡോണിയയുടെ രാജകുമാരൻ, ലോകത്തിന്റെ കണ്ണിൽ മഹാഭാഗ്യശാലി. പക്ഷേ എന്റെ യാഥാർത്ഥ്യം എന്തായിരുന്നു? സ്വന്തം പ്രതാപവും പ്രശസ്തിയും മാത്രമായിരുന്നു പിതാവിന്റെ ലക്ഷ്യം. തന്റെ ഇഷ്ടാനിഷ്ടങ്ങൾക്കപ്പുറത്ത് അദ്ദേഹത്തിന് വേറെ ഒന്നും ഉണ്ടായിരുന്നില്ല. അമ്മയ്ക്കാണെങ്കിൽ എന്നേക്കാൾ ഇഷ്ടം പാമ്പുകളോടായിരുന്നു. കിടക്കയിലും വെണ്ണക്കൽ തറയിലുമൊക്കെ ഇഴഞ്ഞു നടക്കുന്ന പാമ്പുകൾ. കൊട്ടാരത്തിനകത്ത് പാമ്പുകളോ? രാജ്ഞിയുടെ സ്ഥാനത്ത് എന്റെ അച്ഛന് വേറെയും കാമുകിമാരുണ്ടായിരുന്നു. അതിനെ എന്റെ അമ്മ നേരിട്ടത് ഞാൻ ഫിലിപ്പ് രാജാവിന്റെ മകനല്ലെന്ന് പറഞ്ഞാണ്. എന്റെ അച്ഛന്റെ സ്ഥാനത്ത് അമ്മ സിയൂസ് ദേവനെ സങ്കല്പിച്ചു. യഥാർത്ഥത്തിൽ അന്ന് എന്നെ പോലെ അനാഥനായി വേറെ ഒരു ചെറുപ്പക്കാരനുണ്ടായിരുന്നു മാസിഡോണിയയിൽ. മാസിഡോണിയയുടെ രാജധാനി അന്ന് ആ രാജ്യത്തിന്റെ രാജകുമാരൻ എന്തായിരുന്നു? ആക്രമിക്കാനും കീഴടക്കാനും അന്യോന്യം മത്സരിക്കുന്ന വന്യമൃഗങ്ങളുടെ ഒരു കാട്, ഒരു മഹാനരകം. ഒരാൾ പോകുന്നിടത്തൊക്കെ യുദ്ധം. വല്ലാത്ത ഒരു വിധിയാണത്. അതെ, അകത്തും പുറത്തും യുദ്ധം. പിടിച്ചടക്കിയ രാജ്യങ്ങളുടെയും കൊല്ലപ്പെട്ട യോദ്ധാക്കളുടെയും അടിമകളായി പിടിക്കപ്പെട്ടവരുടെയും സംഖ്യകളാണ്
ഞാൻ എന്നും കേട്ടിരുന്നത്. ഇന്നാരെങ്കിലും വിശ്വസിക്കുമോ? അന്ന് ഞാൻ യുദ്ധത്തെ വെറുത്തിരുന്നു, യുദ്ധത്തെ പേടിച്ചിരുന്നു. എന്നിട്ട് രാജാവായപ്പോൾ അങ്ങ് എന്താണ് ചെയ്തത്? യുദ്ധത്തെ ഒരു ആഘോഷമാക്കി തീർത്തു. ജീവിതം നീളെ യുദ്ധത്തിന്റെ ഉത്സവം. അധികാരത്തിന്റെ ഉന്മാദം. വേറെയുണ്ടോ അങ്ങനൊരു ഉന്മാദം മനുഷ്യന്? ഒരിക്കലും തീരാതെ കൊന്നും കീഴടക്കിയും മനുഷ്യന്റെ ഉള്ളിൽ ഒരു കാട്ടാളനുണ്ട്. കാട്ടാളൻ. നല്ല രാജാക്കന്മാരെ കുറിച്ചും ഞാൻ കേട്ടിട്ടുണ്ട്. അധികാരം ഒരു ഭ്രാന്താണ്. പടയോട്ടങ്ങൾക്കിടയിൽ മോഹിപ്പിക്കുന്ന രാജ്യങ്ങളെ ഒന്നൊന്നായി കീഴടക്കി അധികാരത്തിന്റെ കൊടുമുടിയിൽ നിൽക്കുമ്പോൾ ലോകം മുഴുവൻ തന്റെ കാൽ കീഴിലാണെന്ന് തോന്നും. പക്ഷേ അതൊക്കെ കഴിഞ്ഞ് കുന്നിറങ്ങുന്ന ഒരു കാലം വരും. ഇറക്കം താഴ്ചകളിലേക്ക്. അപ്പോഴേ ഞാൻ പറഞ്ഞതിന്റെ പൊരുൾ മനസ്സിലാകും. പ്ലൂട്ടാർക്കിന്റെ വെളിപ്പെടുത്തലുകളിൽ എന്റെ അമ്മയും അച്ഛനും കണ്ട ഓരോ സ്വപ്നത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ഭൂമിയിൽ ആഞ്ഞടിക്കുന്ന ഒരു കൊടുങ്കാറ്റും തന്റെ ഗർഭപാത്രത്തിലൂടെ കടന്നുപോകുന്ന ഒരു ഇടിമിന്നലുമാണ് എന്റെ അമ്മ കണ്ട സ്വപ്നം. എന്റെ അച്ഛന്റെ സ്വപ്നത്തിൽ വന്നു നിന്ന് ഒരു സിംഹം ഉറക്കെ അലറി. വല്ലാത്ത സ്വപ്നം തന്നെ. ജ്ഞാനികളുടെ വ്യാഖ്യാനത്തിൽ തെളിഞ്ഞു കണ്ട പൊരുളെന്താണെന്നോ? കൊടുങ്കാറ്റുകളെയും ഇടിമിന്നലുകളെയും ഹൃദയത്തിൽ വഹിക്കുന്ന സിംഹത്തിന്റെ ആത്മാവുള്ള ഒരു രാജകുമാരൻ. ഭൂമിയിലെ സകല കൊടുമുടികളെക്കാളും ഉയരത്തിൽ ശിരസുയർത്തി നിൽക്കുന്ന രാജാക്കന്മാരുടെ രാജാവ്. ഞാൻ അലക്സാണ്ടർ, രാജാക്കന്മാരുടെ രാജാവ്. ഇവിടെ കൊട്ടാരത്തിൽ ആരൊക്കെയോ പറഞ്ഞ് ഞാനും കേട്ടിരുന്നു. ആരുടെയും മുന്നിൽ കുനിയാത്ത ഒരു ശിരസാണ് അലക്സാണ്ടർ ചക്രവർത്തിയുടേതെന്ന്. ആ കേൾവി മുഴുവൻ ശരിയല്ല റോക്സാന. ഒരാളുടെ മുന്നിൽ ഞാൻ ശിരസ് കുനിച്ചിട്ടുണ്ട്. ആരുടെ? പോകുന്നിടത്തൊക്കെ സ്വന്തം ശവപ്പെട്ടി ചുമലിൽ ചുമന്നുകൊണ്ട് നടന്നിരുന്ന ഒരാളുടെ മുന്നിൽ. ഒരു നായ മാത്രം കൂട്ടിനുള്ള ഒരാളുടെ മുമ്പിൽ. നട്ടുച്ചയ്ക്ക് കത്തിച്ച വിളക്കുമായി ഏതൻസിലെ തെരുവുകളിൽ മനുഷ്യനെ അന്വേഷിച്ച് നടന്ന ഒരാളുടെ മുമ്പിൽ. ആരാണ് കിറുക്കൻ? നീ കേട്ടിട്ടില്ലേ? ഡയോജനീസ്. ആ മഹാജ്ഞാനിയുടെ മുമ്പിൽ അലക്സാണ്ടർ ചക്രവർത്തി തലകുനിച്ചു. ആ നിമിഷങ്ങൾ ഇപ്പോഴും എന്റെ കൺമുന്നിലുണ്ട്. ഹേയ്, നിങ്ങളാണോ ഡയോജനിസ്? എന്താ ചോദിച്ചത്? നിങ്ങളാണോ ഡയോജനിസ് എന്ന? ആയിരിക്കും. അങ്ങനെയാണ് ആളുകൾ എന്നെ വിളിക്കുന്നത്. ഞാൻ ആരാണെന്ന് ആർക്കറിയാം. ആട്ടെ, നിങ്ങളാരാ? ഞാൻ മഹാനായ അലക്സാണ്ടർ ചക്രവർത്തിയുടെ അംഗരക്ഷകൻ സെലൂക്കസ്. ഓ, ഡയോജനിസിനെ കാണാൻ വിശ്വജേതാവായ അലക്സാണ്ടർ ചക്രവർത്തി എഴുന്നള്ളിയിരിക്കുന്നു. ഇതാണോ അലക്സാണ്ടർ ചക്രവർത്തി? അതെ. ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടോ എന്നെ? ഇല്ല, കേട്ടിട്ടുണ്ട് ധാരാളം. ഊരിപ്പിടിച്ച വാളുമായി പടയോട്ടത്തിനിറങ്ങിയ ആളല്ലേ? ചോര പുരണ്ട കൈ കഴുകാൻ വന്നതാണോ ഒടുവിൽ ഈ നദീതീരത്ത്? ഹേ കിഴവ, മര്യാദയ്ക്ക് സംസാരിക്ക.
മുമ്പിൽ നിൽക്കുന്നത് അലക്സാണ്ടർ ചക്രവർത്തിയാണെന്ന് ഓർക്കണം. അരുത്, അങ്ങനെ കയർക്കരുത് ഡയോജനീസിനോട്. നീ പുറകിലേക്ക് മാറി നിൽക്ക്. ഡയോജനീസിനും എനിക്കുമിടയിൽ വേറൊരാൾ വേണ്ട. മഹാന്മാരോട് എങ്ങനെ പെരുമാറണമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ മഹാന്മാരുടെ കൂടെ ജീവിച്ചിട്ടില്ല. ആട്ടെ, എന്താ വേണ്ടത് മഹാനായ അലക്സാണ്ടർ ചക്രവർത്തിക്ക്? എനിക്കൊന്നും വേണ്ട. ഡയോജനീസിനെ കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. മഹാജ്ഞാനി, വേദാന്തി, മനുഷ്യന്റെ നിസ്സാരതയെക്കുറിച്ച് ലോകത്തെ പഠിപ്പിച്ച ആചാര്യൻ. അങ്ങേക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പറയാം. എന്ത് സഹായവും ചെയ്യാൻ ഞാൻ തയ്യാറാണ്. മാസിഡോണിയയുടെ രാജാവാണ് പറയുന്നത്, അലക്സാണ്ടർ. ഓ, നിങ്ങൾ അവിടെ നിന്നൊന്ന് മാറി നിന്നാ മതി. സൂര്യരശ്മികൾ മറയ്ക്കാതെ. ധിക്കാരി! അരുത്, മാറി നിൽക്ക്. നിനക്കറിഞ്ഞുകൂടാ ഡയോജനീസ് ആരാണെന്ന്. വരും കാലങ്ങളിൽ ഏതൻസ് ഓർമ്മിക്കപ്പെടുന്നത് ഡയോജനീസിന്റെ പേരിലായിരിക്കും. എന്നെ ഇങ്ങനെ പുകഴ്ത്താതെ തിരുമേനി, ഞാൻ ചുളുങ്ങിപ്പോവും. ഒന്നും വേണ്ടെന്ന് വെച്ച് ഇങ്ങനെ ജീവിക്കാൻ എങ്ങനെ കഴിയുന്നു? ഇങ്ങനെ സ്വന്തം ശവപ്പെട്ടിയും ചുമന്ന് ജീവിച്ചിരിക്കുന്ന ആളിന് ശവപ്പെട്ടി എന്തിന്? ചത്ത മനുഷ്യൻ അയാളെ എങ്ങനെ കുഴിച്ചിടും? വലിയ ഒരു നിസ്സഹായതയല്ലേ അത്? മറ്റുള്ളവർക്ക് കഷ്ടപ്പാട് കുറയ്ക്കാൻ വേണ്ടി ഞാൻ എന്റെ ചുമലിൽ ഒരു ശവപ്പെട്ടി കരുതി. സന്മനസ്സുള്ള ആരെങ്കിലും അതിന്റെ മൂടി വെച്ച് അടയ്ക്കുമ്പോ ഡയോജനിസ് എന്ന കീടത്തിനെ കൊണ്ടുള്ള ദുരിതം തീരും. ജീവിതത്തിൽ ഒന്നും സ്വന്തമാക്കാൻ ആശിക്കാതെ ഒരു ഭിക്ഷാപാത്രം ഉണ്ടായിരുന്നു കുറെ മുമ്പ് വരെ, ഒരു മൺചട്ടി, നദിയിൽ നിന്ന് വെള്ളമെടുത്ത് കുടിക്കാൻ. ഒരു ദിവസം ഞാൻ നോക്കുമ്പോ ഒരു പട്ടി നദിയിൽ നിന്നും വെള്ളം കുടിക്കുന്നു, സ്വന്തം നാവുകൊണ്ട്. ആ നിമിഷം ഞാൻ എന്റെ മൺചട്ടി ദൂരെ എറിഞ്ഞു. ഭിക്ഷാപാത്രം പോലുമില്ലാതെ ഒരു പട്ടിക്ക് ജീവിക്കാമെങ്കിൽ എന്തുകൊണ്ട് മനുഷ്യനെങ്ങനെ ആയിക്കൂടാ? ഞാൻ അങ്ങനെയാണ് ചിന്തിച്ചത്. ആരോ പറഞ്ഞിരുന്നു ഡയോജനീസ് നായയെ ഗുരുവായി സ്വീകരിച്ച ആളാണെന്ന്. ചക്രവർത്തിക്ക് വിശ്വാസം വരുന്നില്ല അല്ലേ? എന്നാൽ കേട്ടോളൂ, പട്ടിക്ക് മനുഷ്യനേക്കാൾ അറിവുണ്ട്. ഇപ്പോ ഇവിടെ എന്ന മട്ടിലാണ് അത് ജീവിക്കുന്നത്. നാളെ എന്നൊക്കെ ചിന്തിച്ച് അത് വേവലാതിപ്പെടുന്നില്ല. എന്ത് നാളെ? പറഞ്ഞോളൂ, ഞാൻ കേൾക്കുന്നുണ്ട്. ഒന്നുമില്ലായ്മയിലും സന്തോഷത്തോടെ ജീവിക്കാമെന്ന് പഠിപ്പിക്കുന്ന ഗുരുക്കന്മാരെ പരിചയമുണ്ടോ ചക്രവർത്തിക്ക്? ആകാശത്തിലെ പറവകൾ, കാട്ടിലെ മൃഗങ്ങൾ, കടലിലെ മത്സ്യങ്ങൾ, ചിത്രശലഭങ്ങൾ. ഡയോജനീസിനെ പോലെ സംതൃപ്തനായ ഒരാളെ ഇതിനു മുമ്പ് ഞാൻ കണ്ടിട്ടില്ല. എന്നെപ്പോലെ സംതൃപ്തനാകണമെന്ന് ആഗ്രഹമുണ്ടോ ചക്രവർത്തിക്ക്? എങ്കിലെല്ലാം ഉപേക്ഷിച്ച് ഇവിടെ വന്ന് കിടന്നോളൂ. ഈ നദീതീരത്ത് മണ്ണിൽ ഭൂതകാലത്തെ മറന്ന് ഭാവിയെക്കുറിച്ച് ചിന്തിക്കാതെ, മനസ്സിൽ ഒരു സ്വപ്നത്തിന്റെ പോലും ഭാരമില്ലാതെ. ഞാൻ വരും ഇവിടെ, ഡയോജനീസിന്റെ അടുത്ത്. പക്ഷേ സമയമായില്ല. ഈ മനസ്സാണ് ചക്രവർത്തിക്കെങ്കിൽ അങ്ങനെ ഒരു ദിവസം അങ്ങയുടെ ജീവിതത്തിൽ ഒരിക്കലും ഉണ്ടാവുകയില്ല. രാജാവിനും ഒരു വിലങ്ങുണ്ട്, രാജ്യം. കുന്തം! മഹാരാജാവേ, രാജാവ് ഉണ്ടാവുന്നതിന് മുമ്പും രാജ്യമുണ്ടായിരുന്നു. രാജാവില്ലാതായാലും രാജ്യമുണ്ടാവും. രാജ്യത്തെ രാജ്യമാക്കി തീർക്കുന്നത് രാജാവല്ല, ജനങ്ങളാണ്. ആരാണത്? സേനാപതി ടോളമി. ടോളമിയോ? ആരാണത്? എന്റെ സേനാപതികളിൽ ഒരാൾ, എന്റെ സ്നേഹിതൻ. എന്തിനാണ് അയാൾ ഇങ്ങോട്ട് വരുന്നത്? ചക്രവർത്തിയെ സഹിക്കാൻ തന്നെ പ്രയാസം. അപ്പോഴാണ് സേനാപതി. വേറെ പണിയൊന്നുമില്ലേ നിങ്ങൾക്ക്? കയ്യിൽ ചൂണ്ടയുണ്ടെങ്കിൽ അങ്ങോട്ട് നീങ്ങിയിരുന്ന് മീൻ പിടിക്കേ. അവിടെ നദിക്ക് കുറെ ആഴമുണ്ട്, ഒരു കയം. ഓ, ഇതൊരു പുതിയ അറിവാണല്ലോ. ഡയോജനീസ് തമാശ പറയുന്നത്. ചിരിക്കട്ടെ. ടോളമി, ചക്രവർത്തിയും സേനാപതിയും കേൾക്ക്. ചിരിക്കണമെങ്കിൽ വരാനിരിക്കുന്ന ദുരന്തങ്ങൾക്ക് മുമ്പേ ആവുന്നതാണ് നല്ലത്. മഹാനായ അലക്സാണ്ടർ ചക്രവർത്തിയോട് ഒരു ചോദ്യം. എന്തിനാണ് യുദ്ധങ്ങൾ? നിങ്ങൾ ആരെയാണ് തോൽപ്പിക്കുന്നത്? ആരെയാണ് കീഴടക്കുന്നത്? മറ്റുള്ളവരെ കൂട്ടത്തോടെ കൊന്ന് രാജ്യം കീഴടക്കുമ്പോൾ നിങ്ങൾ ജയിക്കുന്നുണ്ടോ? ഈ കിഴവനെ. ടോളമി, അരുത്. അത് ഡയോജനീസാണ്, ജീവിതത്തിന്റെ അകംപുറങ്ങൾ കണ്ട ഒരാൾ. ശിരസ് കുനിച്ച് നമസ്കരിക്കുക അദ്ദേഹത്തെ. ഓ, അതൊന്നും വേണ്ട. ആ ശിരസ് ഉയർന്നു തന്നെ നിൽക്കട്ടെ. ദൈവം എനിക്ക് മറ്റൊരു ജന്മം തരുമെങ്കിൽ
ഞാൻ ആഗ്രഹിക്കുന്നത് എന്താണെന്ന് ഊഹിക്കാമോ? ഡയോജനീസ് ആകാൻ. അയ്യോ, ഞാൻ എന്താ പറയുക ദൈവത്തോട്? അബദ്ധത്തിൽ പോലും എന്നെ ഒരു അലക്സാണ്ടർ ചക്രവർത്തി ആക്കരുതെന്ന്. ഓ, എനിക്കിത് കേട്ടിട്ട് ടോളമിക്ക് മനസ്സിലാകാഞ്ഞിട്ടാ. ചക്രവർത്തി തിരുമനസ് കൊട്ടാരത്തിലേക്ക് മടങ്ങുന്ന കാര്യം മറന്നു. പ്രവിശ്യകളിൽ നിന്നുള്ള പ്രതിനിധികൾ ഇപ്പോൾ എത്തിയിട്ടുണ്ടാവും. കണ്ണിൽ കണ്ട രാജ്യങ്ങൾ ഓരോന്നോരോന്നായി കീഴടക്കി കഴിഞ്ഞ്, ഭൂമി മുഴുവൻ കീഴടക്കി കഴിഞ്ഞ്, മഹാനായ അലക്സാണ്ടർ ചക്രവർത്തി പിന്നെ ആരെ കീഴടക്കും? ഡയോജനീസ് ആദ്യം സ്വന്തം മനസ്സിനെ കീഴടക്കും. പതിനാറാമത്തെ വയസ്സ് മുതൽ തുടങ്ങിയ പടയോട്ടങ്ങൾ, ഗ്രീക്കിന്റെ ദൃഷ്ടിയിൽപ്പെട്ട രാജ്യങ്ങൾ മുഴുവൻ കീഴടക്കിക്കൊണ്ട് 12 വർഷം. സ്പാർട്ട, ത്രേസ്, അനട്ടോളിയ, സിറിയ, ഫെനീഷ്യ, ഗാസ, ഈജിപ്ത്, പേർഷ്യ, മെസപ്പൊട്ടോമിയ. എനിക്ക് മാത്രമല്ല റൊക്സാന, ഏത് രാജാവിനും അങ്ങനെ ഒരു മോഹമുണ്ട്. തന്റെ രാജ്യത്തിന്റെ അതിർത്തി ഭൂമിയുടെ അറ്റത്തോളം കൊണ്ടുപോകണമെന്ന്. എന്നിട്ട് എന്ത് ചെയ്യാനാ? അധികാരം, സമ്പത്ത്, പ്രശസ്തി, ഭ്രാന്തിന് പര്യായങ്ങൾ ഏറെ. എന്റെ യുദ്ധങ്ങൾ തീർന്നു റൊക്സാന. ഞാൻ കീഴടങ്ങുകയാണ്. ആർക്ക്? അശ്വാരൂഢനായ ഒരാൾക്ക്. നീ ചെവിയോർക്ക്. കേൾക്കുന്നില്ലേ? ഒരു കുതിരയുടെ കുളമ്പടി ഒച്ചകൾ. അശ്വാരൂഢന്റെ വരവാണത്. അശ്വാരൂഢനായ മറ്റൊരാളോ? ഞാൻ കാണുന്നുണ്ട് റൊക്സാന. ആ അശ്വാരൂഢന്റെ വരവ് നിനക്ക് കേട്ടൂടെ? അടുത്തടുത്ത് വരുന്ന കുളമ്പടികൾ. ഇല്ല, അശ്വാരൂഢൻ എന്ന ഒരാളെക്കുറിച്ച് ഞാൻ വാഴ്ത്തി കേട്ടിട്ടുള്ളൂ. ബ്യൂസിഫാലസ് എന്ന കുതിരയുടെ പുറത്ത് ഊരിപ്പിടിച്ച വാളുമായി പാഞ്ഞെത്തുന്ന അലക്സാണ്ടർ ചക്രവർത്തി. അല്ല, ഇതല്ല. കറുത്ത കുതിരയുടെ പുറത്തൊരാൾ. മരണമെന്നും പേരുണ്ട്. അയ്യോ, എന്തൊരു പനി! തൊട്ടപ്പോൾ എന്റെ കൈ പൊള്ളുന്നു. ഒരു നിരാശയുണ്ട് എനിക്ക്. ഇന്ത്യയുടെ മണ്ണിൽ കാലുകുത്താൻ കഴിഞ്ഞില്ല. ആ നിരാശയ്ക്ക് മുമ്പിൽ എന്റെ മഹാവിജയങ്ങൾ എത്ര നിരർത്ഥകം. എനിക്ക് മനസ്സിലാകുന്ന തരത്തിൽ പറയൂ. ഹിമവാന്റെ താഴ്വരകൾ, ഗംഗയുടെ തീരങ്ങൾ, ഏകാന്ത വിശുദ്ധമായ വേളകളിൽ ദൈവം നടക്കാനിറങ്ങുന്ന പുണ്യഭൂമി. എന്റെ മനസ്സിനെ ഇന്ത്യ മോഹിപ്പിച്ചത് അങ്ങനെയാണ്. അവിടെയും അനേകം രാജാക്കന്മാരുണ്ടായിരുന്നില്ലേ അലക്സാണ്ടർ ചക്രവർത്തിയുടെ മുമ്പിൽ ഉടവാൾ വച്ച് കീഴടങ്ങാൻ? അംബിയെപ്പോലുള്ളവര്. അംബി, അതൊരു ചെറിയ കുന്നിന്റെ പേരാണ്. കീഴടങ്ങാൻ കൂട്ടാക്കാത്ത ആത്മാഭിമാനത്തിന്റെ കൊടുമുടികൾ വേറെ ഉണ്ടായിരുന്നു അവിടെ. ഹിമാലയം അല്ലേ? ഹിമാലയം. ഭൂമിയുടെ വിശുദ്ധിയും സൗന്ദര്യവും കൂട്ടിവെച്ചതിന് അങ്ങനെ ഒരു പേരുണ്ടായി. എല്ലാ മരുഭൂമികൾക്കും എല്ലാ തരിശുകൾക്കും പകരം ഭൂമി കാത്തുവച്ച പുണ്യം. ആകാശനീലിമയെ മൂടിക്കിടക്കുന്ന മേഘപാളികൾക്കിടയിലൂടെ ദൈവം ഭൂമി കാണാൻ ഇറങ്ങി വരുന്നത് അവിടെയാണ്. മറ്റൊരു ഒളിമ്പസ്. കീഴടക്കി എന്റെ മുമ്പിൽ കൊണ്ടുവന്ന പോറസിനോട് ഞാൻ ചോദിച്ചു, എങ്ങനെ താങ്കളെ സ്വീകരിക്കണമെന്ന്. പോറസ് പറഞ്ഞതെന്താണെന്നോ? ഒരു മഹാരാജാവിനെ പോലെയെന്ന്. എന്റെ ഹൃദയത്തിന്റെ അടിയിൽ ഒരനക്കമുണ്ടായപ്പോൾ എന്നിട്ടോ? ഞാൻ അയാളെ എന്റെ ഛത്രപതിയായി നിയമിച്ചു. പിന്നെ എന്താ സംഭവിച്ചേ?
ഹിന്ദുക്കുഷ് പർവ്വതനിരകളും സിന്ധു ഗംഗാ നദികളും എന്നോട് പറഞ്ഞു മടങ്ങിപ്പോകാൻ. അതിന് നിരാശപ്പെടുന്നത് എന്തിനാ? ബാബിലോണിയക്കില്ലാത്ത എന്ത് മഹത്വമാണ് ഇന്ത്യക്ക്? ആദ്യം സൂര്യൻ ഉദിച്ചത് ഇന്ത്യയുടെ ആകാശത്തിലാണ്. എന്റെ ഗുരുനാഥൻ അരിസ്റ്റോട്ടിൽ പറയാറുണ്ടായിരുന്നു, അത് പ്രപഞ്ച നിഗൂഢതകളുടെ രഹസ്യങ്ങൾ അന്വേഷിച്ചു പോയ ഋഷികളുടെ നാടാണെന്ന്. നാശനഷ്ടങ്ങൾക്കിടയിൽ നിൽക്കുമ്പോഴും ആ രാജ്യത്തിന്റെ മനസ്സിൽ ഒരു പ്രാർത്ഥനയുണ്ട്, ധർമ്മം ജയിക്കട്ടെ എന്ന്. മഹായുദ്ധങ്ങൾ അവർക്ക് ധർമ്മം വീണ്ടെടുക്കാനുള്ള യജ്ഞങ്ങളായിരുന്നു. ഇന്ത്യയെ മോഹിച്ചത് ഒരു രാജാവെന്ന നിലയിൽ അത് കീഴടക്കാൻ വേണ്ടിയാണോ? അല്ലെന്നാ എനിക്ക് തോന്നുന്നത്. ഒരാളുടെ കാൽപാദങ്ങൾ വിശുദ്ധമായ മണ്ണിൽ പതിയുമ്പോൾ അയാളുടെ ആത്മാവിന് ഹിരൺമയ കാന്തി ഉണ്ടാകുമെന്നാണ് എന്റെ ആചാര്യൻ പറഞ്ഞത്. എന്റെ മരണം അവിടെയായിരുന്നെങ്കിൽ. ആരായത്? ചക്രവർത്തിയോ വേദാന്തിയോ? സോക്രട്ടീസിന്റെ ശിഷ്യൻ, പ്ലേറ്റോവിന്റെ ശിഷ്യനായ അരിസ്റ്റോട്ടലിന്റെ ശിഷ്യൻ. പടകുടീരങ്ങളിൽ ഉറങ്ങാതെ കിടക്കുമ്പോൾ എന്റെ മനസ്സ് എന്റെ ഗുരുനാഥന്റെ അടുത്തായിരുന്നു. റക്സാന, ഗുരുനാഥന്റെ അഭിപ്രായത്തോട് വിയോജിക്കാനുള്ള അവകാശമുണ്ടോ ശിഷ്യന്? എന്താ സംശയം? ഞാൻ എന്റെ ഗുരുനാഥനെ ചോദ്യം ചെയ്തിട്ടുണ്ട്. യാഥാർത്ഥ്യത്തെ എന്റെ ഗുരുനാഥൻ പ്ലേറ്റോ സമഗ്രമായി വീക്ഷിക്കുകയും അതിനെ അതീന്ദ്രിയ തലത്തിൽ പ്രതിഷ്ഠിക്കുകയും ചെയ്തു. അത് എനിക്ക് വിശ്വാസമായില്ല. ഞാൻ യാഥാർത്ഥ്യത്തെ പല തലങ്ങളിൽ വേർതിരിച്ചു കണ്ടു. ഇന്നലെ ജീവിതത്തിന്റെ സത്തയാണ് ജീവൻ എന്ന് ഗുരുനാഥൻ പറഞ്ഞത് എനിക്ക് വ്യക്തമായില്ല. എന്താണ് ജീവൻ? അതോ പ്രകൃതിദത്തമായ ശരീരത്തിന്റെ മൗലികമായ യാഥാർത്ഥ്യവൽക്കരണം. അപ്പോൾ ദൈവത്തിന്റെ കാര്യത്തിൽ അങ്ങയുടെ നിലപാടെന്താണ്? പ്രപഞ്ചത്തിന്റെ ആദി കാരണമെന്ന നിലയ്ക്ക് ഒരു ശക്തിവിശേഷത്തെ സങ്കല്പിക്കാൻ എനിക്ക് കഴിയും. നിന്റെ ദൈവത്തിന് ആ പേരിണങ്ങുമോ? എനിക്ക് ധൃതിയില്ല ഒരു നിഗമനത്തിലെത്താൻ. ഇന്നലെ ഗുരുനാഥൻ ചോദിച്ചില്ലേ സത്യത്തെക്കുറിച്ച് എന്റെ സങ്കല്പം എന്താണെന്ന്? അരിസ്റ്റോട്ടലിന് അയാളുടെ ശിഷ്യനോട് അങ്ങനെ ഒരു ചോദ്യം ചോദിക്കാതെ വയ്യ. ഗുരുനാഥ, ഏതൊന്നിന്റെയും വിപരീതവും സത്യമാണോ അതാണ് യഥാർത്ഥ സത്യം. ഹായ്, എനിക്കിഷ്ടപ്പെട്ടു രാജകുമാരന്റെ ഉത്തരം. നിന്നെ കാത്തിരിക്കുന്നത് മഹത്തായ ഒരു രാജ്യവും രാജാവിന്റെ സിംഹാസനവുമാണ്. നീ എവിടെ എങ്ങനെയായിരിക്കും? അലക്സാണ്ടർ സത്യത്തിനും ധർമ്മത്തിനും വേണ്ടി നിലകൊള്ളും. എല്ലാ രാജാക്കന്മാരും അങ്ങനെയാണ് പറയാറ് തുടക്കത്തിൽ. പക്ഷേ പാതി വഴിയിൽ അവർക്കത് നഷ്ടപ്പെടുന്നു. ഇവിടെ കൊട്ടാരത്തിൽ യുദ്ധങ്ങളെക്കുറിച്ചുള്ള കഥകളാണ് എല്ലാവർക്കും പറയാനുള്ളത്. യുദ്ധത്തിന്റെ നീതി എന്താണ്? അത് നിനക്ക് നിന്നോട് തന്നെ ചോദിക്കേണ്ടി വരും പിന്നീട്. മഹത്തായ ഒരു രാജ്യത്തിന്റെ ഭദ്രത എങ്ങനെ ഗുരുനാഥ? അത് വാൾത്തലയിലാണ്. സ്ഥിതി ചെയ്യുന്ന എന്തിനും അതിന്റെ ഒരു അസ്ഥിരതയുണ്ട്. ഓരോന്നും അതിന്റെ ഊർജം കൊണ്ട് തന്നെ വീർത്തു പൊട്ടിപ്പോകും. സാമ്രാജ്യങ്ങളുടെ വിധിയും അത് തന്നെ. അധികാരത്തിന്റെ ഉന്മാദം ഒരു ഇരുണ്ട യാഥാർത്ഥ്യമാണ്. അധികാരത്തിലിരിക്കുന്നവർക്ക് വേണ്ടത് അടിമകളെയാണ്. സംശയിക്കുന്നവരെയും ചോദ്യം ചെയ്യുന്നവരെയും അവർക്ക് വേണ്ട. വല്ലാത്ത ക്ഷീണമുണ്ടെന്ന് തോന്നുന്നു കണ്ടിട്ട്. ഒടുവിൽ ഞാൻ ഒറ്റപ്പെടുന്നു. ഇനിയും ഒരു യുദ്ധത്തിന് തങ്ങളില്ലെന്ന് സേനാനായകന്മാർ എന്റെ മുഖത്ത് നോക്കി പറഞ്ഞു. അവർക്ക് തമ്മിലും യോജിപ്പില്ല. സേനയിലെ അന്തഛിദ്രം ഒരു രാജ്യത്തിന്റെ ഭദ്രത ഇല്ലാതെയാക്കും. മനസ്സ് വിഷമിപ്പിക്കരുതെന്ന് പറഞ്ഞ കേക്കില്ല. എന്റെ ഗുരുനാഥൻ പറഞ്ഞിരുന്നു എന്നോട്, ഒരിക്കൽ ദൈവം നിന്നെ വിചാരണ ചെയ്യുമെന്ന്. ദൈവത്തിന് പകരം സ്വന്തം മിത്രങ്ങൾ തന്നെ അത് ചെയ്യുന്നു. ഞാൻ ഓർക്കുന്നുണ്ട്, അന്നൊരിക്കൽ ടോളമി
എന്റെ ഏറ്റവും വിശ്വസ്തനായ സ്നേഹിതൻ ആരവിടെ? അടിയൻ. കൊട്ടാരവാതിൽക്ക് നിൽപ്പുണ്ട് ബ്യൂസിഫാലസ്. അവനെ അവന്റെ ലായത്തിൽ കൊണ്ട് കെട്ടാൻ ഏർപ്പാടാക്കണം. ഉത്തരവ്. ഇന്നവൻ കുറെ ഓടി. ചിലപ്പോൾ കുറച്ച് ക്ഷീണം കാണും അവന്. ബ്യൂസിഫാലസിന് ക്ഷീണം ഉണ്ടാവുമോ തിരുമേനി? അവൻ കുതിരകളുടെ രാജാവല്ലേ? എന്റെ 12ാമത്തെ വയസ്സ് മുതൽ അവൻ എന്റെ കൂടെയുണ്ട്. ആർക്കും മെരുക്കാൻ കഴിയാത്ത അവനെ ആദ്യം മെരുക്കിയത് ഞാനാണ്. ആരാവിടെ? ആ പാട്ടുകാരൻ ഷിറാസ്. ആ, എന്താ ഷിറാസ്, സുഖമാണല്ലോ? ചക്രവർത്തി തിരുമനസിന്റെ ദേഹമുണ്ട്, സുഖം തന്നെ. എന്താ വന്നത്? എന്നെ കാണണമെന്ന് പറഞ്ഞിരുന്നു. ഷിറാസിന് കുറെ പ്രായമായി. പക്ഷേ ഷിറാസിന്റെ പാട്ടിന് ഇപ്പോഴും മാധുര്യമുണ്ട്. ചിലപ്പോൾ ഞാനത് കേട്ടിരിക്കും. ആരെങ്കിലും എന്റെ പാട്ട് കേൾക്കുന്നുണ്ടോ എന്ന് ഞാൻ ഓർക്കാറില്ല. ഞാൻ അവിടെ ആ മരച്ചുവട്ടിലിരുന്ന് പാടും. എന്റെ പാട്ട് തീരുമ്പം എന്റെ ജീവിതവും തീരും. ആരൊക്കെയുണ്ട് സ്വന്തപ്പെട്ടവരായിട്ട്? തെരുവിൽ പാടി നടന്നിരുന്ന ഒരാളാണ് ഞാൻ. പടകുടീരങ്ങളിലിരുന്ന് പാടാനെന്ന് പറഞ്ഞ് എന്നെ അവിടുന്ന് പിടിച്ചോണ്ടു പോന്നു. പിന്നെ എന്നും രാത്രി പടയാളികൾക്കു വേണ്ടി പടകുടീരങ്ങളിലിരുന്ന് പാടി. ഇപ്പോ എനിക്ക് തോന്നുന്നു എന്റെ പാട്ടിന് ചോരയുടെയും മരണത്തിന്റെയും ഗന്ധമുണ്ടെന്ന്. ഏയ്, അങ്ങനെയൊന്നുമില്ല. എനിക്ക് തോന്നിയിട്ടുള്ളത് ഷിറാസിന്റെ പാട്ടിന് സ്വർണത്തിന്റെ നിറവും തേനിന്റെ മാധുര്യവുമുണ്ടെന്നാണ്. അടിയന് സന്തോഷമായി. എത്രയോ നാളായി ഞാൻ പാടുന്നു. ഇതുവരെ ആരും എന്റെ പാട്ടിനെ കുറിച്ച് ഒരു നല്ല വാക്ക് പറഞ്ഞിട്ടില്ല, കേട്ടതായി പോലും ഭാവിച്ചിട്ടില്ല. ഇന്ന് ചക്രവർത്തി തിരുമനസ് എന്റെ പാട്ടിനെ പ്രശംസിച്ചു. ഇതിൽ കൂടുതൽ എന്തു വേണം എനിക്ക്? ഷിറാസിന് എന്തെങ്കിലും വേണോ? ആഗ്രഹം പറയാം. ഒന്നും വേണ്ട തിരുമനസേ. എപ്പോഴെങ്കിലും എന്നെ കാണണമെന്ന് തോന്നിയാൽ ഷിറാസിന് നേരെ വരാം എന്റെ അടുത്തേക്ക്. ആരോടും അനുവാദം ചോദിക്കണ്ട കേട്ടോ. ഓ, ദൈവത്തിനും ചക്രവർത്തി തിരുമനസിനും നന്ദി. ആരാ? ഞാനാ, ടോളമി. ആ, എന്താ ഈ നേരത്ത്? യാതൊരു മുന്നറിയിപ്പുമില്ലാതെ? അലക്സാണ്ടർ ചക്രവർത്തിക്ക് ഇഷ്ടക്കേട് തോന്നരുത്. ഓർക്കാപ്പുറത്തുണ്ടാകുന്ന തോൽവികൾക്ക് ഇടയ്ക്കൊരു തോൽവി നല്ലതാണ്. മനുഷ്യൻ തോൽവികളിൽ നിന്നാണ് പാഠങ്ങൾ പഠിക്കുന്നത്. മഹാനായ അലക്സാണ്ടർ ചക്രവർത്തിയാണോ തോൽവി ആഗ്രഹിക്കുന്നത്? മഹാജ്ഞാനിയായ ഡയോജനീസ് എന്നോടൊരിക്കൽ ചോദിച്ചു, ഒടുവിലത്തെ ശത്രുവും കീഴടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ആരെ കീഴടക്കുമെന്ന്. അവനവനെ തന്നെ. യുദ്ധത്തിന് പുറപ്പെടും മുമ്പ് ആലോചിക്കണം അതിന്റെ ധാർമ്മികതയെക്കുറിച്ച്. വരച്ച വരയിൽ നിൽക്കുന്ന ഒന്നല്ല യുദ്ധം. അവസാനിപ്പിക്കണമെന്ന് വിചാരിച്ചാൽ പോലും ചിലപ്പോൾ അസാധ്യമായിരിക്കും. വരുംവരായികൾ നോക്കി യുദ്ധം തുടങ്ങാനൊക്കോ? വെറുതെ മനുഷ്യരെ കൊല്ലരുത്. ഓ, ടോളമിക്ക് എന്റെ തീരുമാനങ്ങൾ ഇഷ്ടപ്പെടുന്നില്ല അല്ലേ? ഏത് രാജാവിനെയും ചരിത്രം വിചാരണ ചെയ്യുന്ന ഒരു ദിവസം വരും തിരുമനസ്സേ. അലക്സാണ്ടർക്ക് വേണ്ടത് ഒരു തത്വജ്ഞാനിയല്ല, വിശ്വസ്തനായ ഒരു സേനാനായകനെയാണ്. പടയോട്ടങ്ങൾക്കും വിജയങ്ങൾക്കുമിടയിൽ രാജാവ് നിസ്സഹായരായ ജനങ്ങളെ ഓർക്കണം. അവരുടെ സങ്കടങ്ങളെ, ഭയാശങ്കകളെ, സന്ദേഹങ്ങളെ, സ്വപ്നങ്ങളെ. ടോളമി ആരാണ്? എന്റെ മിത്രമോ അതോ ശത്രുവോ? എനിക്കിത് പറയാതെ വയ്യ തിരുമനസ്സേ. എനിക്കിപ്പോ വേണ്ടത് ഉപദേശമല്ല. ടോളമിക്ക് പോകാം. ഞാൻ എന്തിനു വേണ്ടിയാണ് ഈ യുദ്ധങ്ങളായ യുദ്ധങ്ങളിലൊക്കെ ഏർപ്പെട്ടത്? മാസിഡോണിയയുടെ കൊടി ആകാശത്തിൽ പറക്കാൻ. എന്റെ ഒപ്പം നിൽക്കേണ്ടവരുടെ മനസ്സിനുള്ളിൽ ആ സ്വപ്നമില്ല. മാസിഡോണിയ. ഇനി അങ്ങനെ ഒന്നും ആലോചിക്കണ്ട. അത്രയേറെ ഉണ്ട് പനി. ഒടുവിൽ ഞാൻ ഇവിടെ എത്തി. ഇത് ബാബിലോണിയ. യൂഫ്രട്ടീസ്, ടൈഗ്രിസ് നദികളുടെ ഒഴുക്ക്. കിഴക്കുമാറി ഏദൻ. ദൈവത്തിന്റെ തോട്ടം. കൊട്ടാരങ്ങൾ, ക്ഷേത്രങ്ങൾ, ഉദ്യാനങ്ങൾ.
ആകാശത്തിന്റെ നേർക്ക് മഹാഗോപുരമുയർത്തിയ ബാബിലോണിയ. അടിയൻ ചക്രവർത്തി തിരുമേനിയെ മുഖം കാണിക്കാൻ ഒരു സ്ത്രീ അനുവാദം ചോദിക്കുന്നു. ആര്? സ്ത്രീയോ? അതെ മഹാറാണി, ഒരു സ്ത്രീ. കണ്ടിട്ട് ദൂരെ നിന്ന് വരുന്നത് പോലെ തോന്നുന്നു. എന്തെങ്കിലും സങ്കടം പറയാനായിരിക്കും. ഈ അവശതയ്ക്കിടയിൽ സാരമില്ല, വരാൻ പറയൂ ആ സ്ത്രീയോട്. അടിയൻ. ചിലപ്പോ അങ്ങനെ ഒരു കടം ബാക്കിയുണ്ടായിരിക്കും. മഹാനായ അലക്സാണ്ടർ ചക്രവർത്തിക്ക് ദൈവാനുഗ്രഹമുണ്ടാവട്ടെ. ആരാ? എവിടുന്നാ വരുന്നേ? ദൂരേന്ന്, വളരെ ദൂരേന്ന്. എന്തിനാ? ഒന്ന് കാണാൻ. ദൈവങ്ങളായ ദൈവങ്ങളോട് മുഴുവനും ഒറ്റ പ്രാർത്ഥനയുണ്ടായിരുന്നുള്ളൂ എനിക്ക്. ചക്രവർത്തി തിരുമനസിനെ കാണാനുള്ള ഭാഗ്യം തന്ന് അനുഗ്രഹിക്കണേന്ന്. എന്തെങ്കിലും സങ്കടം പറയാനുണ്ടോ എന്നോട്? ഒരു സങ്കടമുണ്ടായിരുന്നു തിരുമനസേ, അതിപ്പോൾ തീർന്നു. ഇതിനു മുമ്പ് എവിടെയോ വെച്ച് കണ്ടിട്ടുള്ളത് പോലെ തോന്നുന്നു. എന്താണ് പേര്? പറഞ്ഞാലും ഓർമ്മയുണ്ടാവില്ല. കലിക്സേന. അടിയൻ. കലിക്സേന ഒത്തിരി മാറിപ്പോയി. ഓ എന്റെ ദൈവമേ, എന്റെ ചക്രവർത്തിക്ക് എന്നെ ഓർമ്മയുണ്ട്. കണ്ട മാത്രയിൽ തന്നെ തിരിച്ചറിയാൻ കഴിഞ്ഞില്ലല്ലോ എനിക്ക്. അടിയനത് ഒട്ടും ആശിച്ചില്ല. ഒന്ന് കാണണമെന്നേ ഉണ്ടായിരുന്നുള്ളൂ. വെറുതെ ഒരു മോഹം. വർഷങ്ങളുടെ അകലം. ഇക്കാലം അത്രയും എന്റെ ഹൃദയത്തിൽ ആ സംഗീതം അലയടിച്ചുകൊണ്ടിരുന്നു. ആ ചിലങ്കകളുടെ താളവും എന്റെ ഹൃദയം ഓർക്കുന്നു. എന്റെ ദൈവമേ, ഞാൻ ഈ നിമിഷം മരിച്ചോട്ടെ. എന്റെ ചക്രവർത്തി തിരുമനസ് എന്നെ മറന്നില്ലല്ലോ. ആരാണെന്ന് കലിക്സേനെ എന്റെ മുമ്പിൽ കൊണ്ടുവന്നത്? എന്റെ അമ്മയോ അതോ പഴയ കൊട്ടാരം നർത്തകിയോ? അവരാരുമല്ല തിരുമനസേ, ദൈവത്തിന്റെ തീരുമാനം. ഞാൻ ഓർക്കുന്നുണ്ട് കലിക്സേനയുടെ വരവ്. കണ്ടപ്പോൾ ആദ്യം തോന്നിയത് ഒളിമ്പസ് പർവ്വതമുടികൾ ഇറങ്ങി വരുന്ന ഏതോ ദേവതയാണെന്ന. ആ നിമിഷങ്ങൾ ഞാനിപ്പോ എന്റെ ഹൃദയം കൊണ്ട് കാണുന്നു. അലക്സാണ്ടർ രാജകുമാരന് ഈ ഉള്ളവളുടെ പ്രണാമം. ആരാണ് നീ? എന്തിനിവിടെ വന്നു? ഞാൻ ഒറ്റയ്ക്കിരിക്കുന്നിടത്ത്. രാജകുമാരന്റെ അമ്മയാണ് രാജകുമാരന്റെ അടുത്തേക്ക് എന്നെ അയച്ചത്. രാജകുമാരൻ ഇവിടെ തനിച്ചായതുകൊണ്ട് ഒരു കൂട്ടിന്. എനിക്കൊരു കൂട്ടിന്റെ ആവശ്യമില്ല. എനിക്ക് ഏകാന്തതയാണ് ഇഷ്ടം. അത് നശിപ്പിക്കാതെ പോ. ഈ ഏകാന്തതയിൽ രാജകുമാരനെ രസിപ്പിക്കാനാണ് അമ്മ മഹാറാണി എന്നെ ഇവിടെ നിയമിച്ചിരിക്കുന്നത്. വലിയ ശമ്പളം തന്ന്. പറയൂ, രാജകുമാരന് എന്താണ് ഇഷ്ടം?
പാട്ടോ അതോ നൃത്തമോ? നീങ്ങി നിൽക്ക്, എന്നെ മുട്ടിയിരുമാതെ. ഏയ്, അതെന്താ അങ്ങനെ? എന്നെ ഇഷ്ടമായില്ലേ രാജകുമാരന്? അറിഞ്ഞില്ലെന്ന് വേണ്ട. ഈ നിമിഷം മുതൽ ഞാൻ രാജകുമാരന്റെ സ്വന്തം. ഏയ്, എന്താണ് ആദ്യം വേണ്ടത്? പാട്ടോ അതോ നൃത്തമോ? എന്താ ഒന്നും മിണ്ടാത്തത്? എന്തെങ്കിലും ഒന്ന് പറ. എന്നെ മോഹിപ്പിക്കാനാണ് നീ വന്നതെങ്കിൽ അതിന്റെ കൂലിയും മേടിച്ചോണ്ട് പൊയ്ക്കോ. എനിക്കിപ്പോ പാട്ടും വേണ്ട, നൃത്തവും വേണ്ട. ഇവിടെ നൃത്തം ചെയ്തു പോയ മോഹിനികൾക്ക് കണക്കില്ല. ഓ, ഇവിടെ വന്നുപോയ നർത്തകിമാരിൽ ഒരാളായിട്ടാണോ രാജകുമാരൻ അടിയനെയും കരുതുന്നത്? ഏയ്, ഇത് കലിക്സേനയാണ്. കലിക്സേന. നൃത്തദേവതയുടെ വംശത്തിൽ പിറന്നൊരു പാരമ്പര്യമുണ്ട് എനിക്ക്. ഞാനതൊക്കെ ഓർക്കുന്നുണ്ട്. ഉറക്കം തൂങ്ങി നിന്ന ഒരു മരം ഒരു നിമിഷം കൊണ്ട് അടിമുടി പൂത്തതുപോലെ. എല്ലാം ഞാൻ ഓർക്കുന്നുണ്ട്. മലഞ്ചെരുവുകളിലെയും നദീതീരങ്ങളിലെയും ഉപവനങ്ങളിലെയും സായാഹ്നങ്ങൾ, കൊട്ടാരത്തിലെ സന്ധ്യകൾ. ഇങ്ങനെ ഒരു കൂടിക്കാഴ്ച സ്വപ്നത്തിൽ പോലും ഞാൻ പ്രതീക്ഷിച്ചില്ല. ഇപ്പോ പൊള്ളുന്ന ശരീരത്തിന് എന്തോ ഒരു കുളിർമ തോന്നുന്നു. ആ സുവർണ നിമിഷങ്ങൾ നീ വീണ്ടും എനിക്ക് തന്നു. അതിന് പകരം ഞാൻ എന്താ തരേണ്ടത് കലിക്സേനയ്ക്ക്? എനിക്കൊന്നും വേണ്ട. എനിക്ക് സന്തോഷമായി. ഇനി അടിയും പൊയ്ക്കോളാം. തനിച്ചാണോ വന്നത്? അതെ, അല്ലാതെ എനിക്കാരാ തുണ? അടിയന് വിള നൽകിയാലും. നിൽക്ക്. ഇതിരിക്കട്ടെ സമ്മാനമായിട്ട്. അടിയൻ ഒരിക്കലും ഊരരുതെന്ന് പറഞ്ഞ് എന്റെ അമ്മ കഴുത്തിലിട്ട് തന്ന രത്നമാല. ഞാനൊന്നും മോഹിച്ചല്ല വന്നത്. അല്ലെന്നെനിക്കറിയാം. സമാധാനത്തോടെ പോകൂ. ചക്രവർത്തി തിരുമനസിനെ ദൈവം അനുഗ്രഹിക്കും. ഞാൻ പ്രാർത്ഥിച്ചോളാം. ആരവിടെ? അവളെ ഒരു രഥത്തിൽ കൊണ്ടുവന്നാക്കാൻ പറ. ആരെങ്കിലും തുണ പോവുകയും വേണം. ഒരു റാണിയെ പോലെ വേണം അവളുടെ മടക്കയാത്ര. അടിയൻ. ഞാൻ ഷിറാസ് ചക്രവർത്തി തിരുമനസിന് ദൈവാനുഗ്രഹം പ്രാർത്ഥിക്കുന്നു. എന്താ വന്നത് ഷിറാസ്? എന്തെങ്കിലും ആഗ്രഹവും കൊണ്ടാണോ? ചക്രവർത്തി തിരുമനസിന് എന്തോ അരുതായിക ഉണ്ടെന്ന് പുറത്ത് ആളുകൾ പറയുന്നു. നേരാണോന്നറിയാൻ. ഓ, സാരമില്ല ഷിറാസ്. ചെറിയൊരു പനി.
എന്നിട്ട് അങ്ങനെയല്ലല്ലോ കേൾക്കുന്നത്. ചക്രവർത്തി തിരുമനസിന് എന്തോ കടുത്ത രോഗമാണെന്ന്. അതങ്ങനെയാ. രാജാവിന്റെ നെറ്റി വിയർക്കുമ്പോ ജനങ്ങൾ അങ്ങനെയൊക്കെ വിചാരിക്കും, സ്നേഹം കൊണ്ട്. ഇതങ്ങനെയല്ല തിരുമനസേ. കേട്ടപ്പോ എനിക്ക് വലിയ വിഷമം തോന്നി. ഷിറാസ് അവിടെ ഇരുന്ന് രാത്രി മുഴുവൻ പാട്. ഷിറാസിന്റെ പാട്ട് കേട്ട് കിടക്കുമ്പോ എന്റെ പനി മാറും. എന്റെ ചക്രവർത്തിക്ക് വേണ്ടി അടിയൻ രാത്രി മുഴുവൻ നിർത്താതെ പാടും, എന്റെ അവസാനത്തെ ശ്വാസം വരെ. അവസാന ശ്വാസം വരെയോ? ഷിറാസ് അടുത്തെങ്ങും മരിക്കാൻ പോകുന്നില്ലല്ലോ. ഓ അല്ല തിരുമനസേ, എനിക്ക് തോന്നിത്തുടങ്ങി എന്റെ മരണം അടുത്തെന്ന്. എന്റെ ഒച്ച പതറി തുടങ്ങി. ഒരാഗ്രഹമേ ഉള്ളൂ എനിക്ക്, പാടിക്കൊണ്ടിരിക്കുമ്പോ മരിക്കണം. ഒരു പാട്ടുകാരന്റെ ഏറ്റവും വലിയ ആഗ്രഹമാണത്. ഞാൻ ആഗ്രഹിച്ചിരുന്നത് ജീവിതം നീളെ തെരുവിൽ പാടി നടക്കണമെന്നും തെരുവിൽ ഏതെങ്കിലും മരച്ചുവട്ടിലോ കടത്തിണ്ണയിലോ കിടന്ന് മരിക്കണമെന്നുമായിരുന്നു. ഇപ്പോഴത്തെ ജീവിതത്തിന് എന്താ കുഴപ്പം? സകല സുഖ സൗകര്യങ്ങളും കിട്ടുന്നില്ലേ? ക്ഷമിക്കണം തിരുമനസേ, ഇവിടെ കിട്ടുന്ന സുഖസൗകര്യങ്ങൾ എനിക്ക് മടുത്തു. ആ മരച്ചുവട്, ആകാശം, കറുപ്പായിത്തീരുന്ന സന്ധ്യ. ആ സന്ധ്യ ഇപ്പോൾ എന്നെ എന്റെ മരണം ഓർമ്മിപ്പിക്കുന്നു. ഷിറാസിന്റെ ഉള്ളിൽ ഒരു കവിയുണ്ടല്ലോ. മുമ്പൊക്കെ ഞാൻ കവിത എഴുതിയിരുന്നു, കവി, പാട്ടുകാരൻ, ഭിക്ഷാന്തേയി. പക്ഷേ എന്റെ ജീവിതം എനിക്കിഷ്ടപ്പെട്ടു. പറയാൻ സങ്കോചമുണ്ട്. ഷിറാസിനോട് അലക്സാണ്ടർ ചക്രവർത്തിക്ക് അസൂയ തോന്നുന്നു. അടിയൻ വിട ചോദിക്കുന്നു. ഇന്ന് രാത്രി നീളെ ഞാൻ എനിക്കിഷ്ടപ്പെട്ട പാട്ടുകൾ പാടും, ചക്രവർത്തി തിരുമനസിന് കേൾക്കാൻ. പ്രഭു, സൈന്യാധിപന്മാർ ചക്രവർത്തിയെ മുഖം കാണിക്കാൻ കാത്തു നിൽക്കുന്നു. വരാൻ പറയൂ അവരോട്. അടിയൻ. കസാൻഡർ. അടിയൻ. ലിസിമാക്കസ്. അടിയൻ. സെലൂക്യസ്. അടിയൻ. ടോളമി. അടിയൻ. ആന്റിഗോണസ്. അടിയൻ. സേനാപതികൾക്ക് സന്ദേഹമുണ്ടാവും എന്തിനാണ് വിളിപ്പിച്ചതെന്ന്. അല്ലെങ്കിലും ഞങ്ങൾ വരാനിരിക്കുകയായിരുന്നു. നിങ്ങൾ എനിക്ക് സേനാപതികൾ എന്ന പോലെ ആത്മമിത്രങ്ങളുമായിരുന്നു. എന്റെ ജീവൻ നിങ്ങളുടെ കയ്യിൽ തന്നിട്ടായിരുന്നു പടകുടീരങ്ങളിൽ ഞാൻ ഉറങ്ങിയിരുന്നത്. വിജയങ്ങളും ദുരിതങ്ങളും നമ്മൾ ഒന്നിച്ചു പങ്കിട്ടു. ഞങ്ങൾ ഭാഗ്യശാലികൾ. ലോകം കണ്ട ചക്രവർത്തിമാരിൽ വെച്ച് ഏറ്റവും മഹാനായ അലക്സാണ്ടർ ചക്രവർത്തിയുടെ കൂടെ ഞങ്ങൾ ജീവിച്ചു. ചരിത്രത്തിന് ഓർക്കാനൊരു സുവർണകാലം. ടോളമി പറഞ്ഞതിന് മറ്റൊരർത്ഥം കൂടിയുണ്ട്. അലക്സാണ്ടർ ചക്രവർത്തിയും അയാളുടെ കാലവും ഇനി ഓർമ്മകളിൽ മാത്രം അവശേഷിക്കാൻ പോകുന്നു. തിരുമേനിയുടെ വാക്കുകൾക്ക് വേറെ ഏതോ ധ്വനിയുള്ളത് ഞാൻ കേൾക്കുന്നു. തെറ്റല്ല ലിസിമാക്കസ്. അലക്സാണ്ടറുടെ കാലം കഴിഞ്ഞു. ഇപ്പോ എന്റെ കാതുകളിൽ വന്നലയ്ക്കുന്നത് മരണത്തിന്റെ കാലച്ചോളാണ്. ഞാൻ തിരുമനസിനെ വിമർശിച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ അങ്ങ് ഇങ്ങനെ പറയുന്നത് കേൾക്കുമ്പോ എനിക്ക് സങ്കടമുണ്ട്. സത്യത്തെ അതിന്റെ നഗ്നതയോടെ മനസ്സിലാക്കുന്നതാണ് നല്ലത്. ഈ നിമിഷങ്ങളിൽ മറ്റൊരു യാഥാർത്ഥ്യത്തിന്റെ വിങ്ങൽ ഞാൻ അനുഭവിക്കുന്നുണ്ട്. അലക്സാണ്ടർക്ക് പിന്തുടർച്ചയില്ല. ഉണ്ടാവും. ഞങ്ങളുടെ അറിവ് നേരാണെങ്കിൽ 6 മാസത്തിനുള്ളിൽ. അപ്പോൾ ഈ ഭൂമിയിൽ അലക്സാണ്ടർ ഉണ്ടാവില്ല. ഞാൻ എന്റെ
കാലത്തിന്റെ വക്കിലാണ് നിൽക്കുന്നത്. കൈനീട്ടിയാൽ തൊടാം എനിക്ക് മരണത്തിന്റെ ഇരുട്ടിനെ, അതിന്റെ തണുപ്പിനെ, അതിന്റെ ശൂന്യതയെ. ഞങ്ങൾക്കത് സങ്കല്പിക്കാനേ കഴിയുന്നില്ല. ഇല്ല, ഞങ്ങൾക്കുറപ്പുണ്ട്, മഹാനായ അലക്സാണ്ടർ ചക്രവർത്തിക്ക് മുന്നിൽ മരണം മാറി നിൽക്കും. പ്രജകളും ശത്രുക്കളും പേടിക്കും ചക്രവർത്തിയെ. മരണം ഒരു ചക്രവർത്തിയെയും പേടിക്കില്ല. പനി പിടിപെട്ടെന്ന് വിചാരിച്ച് അത്ര പേടിക്കാനൊന്നുമില്ല. കൊട്ടാരം വൈദ്യം പറഞ്ഞല്ലോ സാരമില്ലെന്ന്. ഞാൻ നിങ്ങളെ വിളിപ്പിച്ചതെന്തിനാണെന്നറിയുമോ? ഏജിയൻ സമുദ്രം മുതൽ ചലം നദി വരെ വ്യാപിച്ചു കിടക്കുന്ന അലക്സാണ്ടറുടെ സാമ്രാജ്യം, അതിനെ ആര് ഭരിക്കും? എന്താ ആരും മിണ്ടാത്തെ? ഭാവി എനിക്ക് കാണാം, ഞാനത് പറയുന്നില്ല. എനിക്ക് തോന്നുന്നു രാജ്യം 5 വീതിക്കുകയാണ് നല്ലതെന്ന്. ഇപ്പോൾ അതിന്റെ ആവശ്യമുണ്ടോ തിരുമനസ്സേ? ഞാൻ തീരുമാനിച്ചു. മാസിഡോണിയ കസാൻഡർക്ക്, അടിയൻ. ത്രേസ് ലിസിമാക്കസിന്, അടിയൻ. സെലൂക്കിസിന് മെസപ്പട്ടോമിയ, തിരുമനസ്സേ. ടോളമിക്ക് ലവനും ഈജിപ്തും, അടിയൻ. ആന്റിഗോണസിന് സിറിയയും. അടിയൻ. തിരുമനസ്സേ, എന്തിനാണിപ്പോൾ രാജ്യം പങ്കുവയ്ക്കുന്നത്? ഞങ്ങളുടെ മഹാനായ ചക്രവർത്തി ഉള്ളപ്പോൾ. അലക്സാണ്ടർ എന്നും ഉണ്ടാവില്ല ആന്റിഗോണസ്. പക്ഷേ രാജ്യം ഇപ്പോ ഇത് ചെയ്യണം. നിങ്ങൾ അന്യോന്യം കലഹിച്ചു പിരിയാതിരിക്കാൻ. ചക്രവർത്തിയെ താങ്കൾ തളർന്നു വീഴാൻ പോകുന്നുണ്ടല്ലേ? മിഡാസിന്റെ വീട്ടിലെ വിരുന്ന് അതെന്റെ അവസാനത്തെ അത്താഴമായിരുന്നെന്നാണ് തോന്നുന്നത്. വൈദ്യനെ വിളിക്കാൻ. നശിച്ച വിരുന്ന്. മിരാസിന്റെ വീട്ടിൽ അന്ന് വിരുന്നിന് എന്താണ് വിളമ്പിയത്? തിരുവേലി, ഇന്ന് എത്രയാ തീയതി? ഇന്ന് 11. പകൽ ചായുന്നു. ഇനി ഇരുട്ടുകൾ ഇറങ്ങി വരും ആകാശത്തിൽ നിന്ന്. ഏയ്, നേരം അത്രയ്ക്കൊന്നും ആയിട്ടില്ല. ചക്രവർത്തി തിരുമനസ്സിന് വെറുതെ തോന്നുന്നതാണ്. ലോകം മുഴുവൻ ഇരുൾ മൂടാൻ പോവുകയാണ്. എന്റെ കണ്ണുകളിലെ വെളിച്ചം ആ ഇരുട്ടിൽ മുങ്ങിപ്പോകുന്നു. എന്റെ ഹൃദയത്തിനുമേൽ മരണം കൈവയ്ക്കുകയാണെന്ന് തോന്നുന്നു. നാളെ ഈ ഭൂമിയിൽ അലക്സാണ്ടർ ഇല്ല. തിരുമനസ്സേ, അരുത്, അങ്ങനെ പറയരുത്. എനിക്കൊരാഗ്രഹമുണ്ട്. എന്റെ ജഡം അലക്സാണ്ട്രിയയിൽ വേണം സംസ്കരിക്കാൻ. എന്നെ ശ്മശാനത്തിലേക്ക് കൊണ്ടുപോകുമ്പോ എന്റെ 2 കൈകൾ ശവപ്പെട്ടിയുടെ പുറത്തേക്കിടണം. ലോകം എന്റെ ശൂന്യമായ കൈകൾ കാണണം. അവർക്ക് ബോധ്യം വരണം അലക്സാണ്ടർ ഒന്നും കൊണ്ടുപോകുന്നില്ലെന്ന്. തിരുമേനി, വേണ്ട, ഇപ്പോൾ അങ്ങനെയൊന്നും ആലോചിക്കണ്ട. എവിടെ റോക്സാന? ഈ നിമിഷങ്ങളിൽ അവൾ വേണം എന്റെ അരികിൽ. മഹാറാണി എത്തിക്കഴിഞ്ഞു.
എന്റെ പ്രഭു, ഇതാ ഞാൻ ഇവിടെയുണ്ട്, തൊട്ടടുത്ത്. നിന്നെ കണ്ടുകൊണ്ടുവരണം, എന്റെ കണ്ണടയാൻ. എന്റെ പ്രഭു, ലോകത്തോട് പറയാൻ ഇത്രയും ബാക്കിയുണ്ട്. യുദ്ധം മനുഷ്യവർഗത്തിന് നേരെയുള്ള കുറ്റമാണ്, പാപമാണ്. അധികാരം ഭ്രാന്താണ്, ദുരന്തമാണ്. ഞാൻ അതറിയാൻ വളരെ വൈകി. അലക്സാണ്ടർ, അശ്വാരൂഢന്റെ വരവെന്ന് ഞാൻ പറഞ്ഞില്ലേ? അതാ ആ അശ്വാരൂഢൻ. കറുത്ത കുതിരയുടെ പുറത്തിരിക്കുന്നവന്റെ പേര് മരണമെന്നാണ്. ഇതാ അവൻ എത്തിക്കഴിഞ്ഞു. അലക്സാണ്ടർ, ഇപ്പോ കുതിരയുടെ കുളമ്പടികൾ കേൾക്കുന്നില്ല. ഇതാ അടുത്ത് നിന്ന് അവൻ എന്റെ ഹൃദയത്തിനു മേൽ കൈവയ്ക്കുന്നു. എന്തൊരു തണുപ്പ്! അയ്യോ, എന്റെ പ്രഭു! എന്റെ പ്രഭു! അശ്വാരൂഢന്റെ വരവ് നാടകം സമാപിക്കുന്നു. രചന പെരുമ്പടവം ശ്രീധരൻ. സംവിധാനം എം രാജീവ് കുമാർ. കഥാപാത്രങ്ങളും ശബ്ദം നൽകിയവരും: അലക്സാണ്ടർ ചക്രവർത്തി ശോഭി തിലകൻ, അരിസ്റ്റോട്ടിൽ ജി.കെ. പിള്ള, ഡയോജനസ് ഡോക്ടർ രാജൻ നായർ, ഷിറാസ് പി.സി. സോമൻ, ടോളമി ഡോക്ടർ അംബി, സെലൂക്കസ് ജോസഫ് ഗാൻസിസ്, ആന്റിഗോണസ് പള്ളിപ്പുറം ജയകുമാർ, ലിസുമാക്കസ് സുധാകരൻ വിതുര, കസാൻഡർ മുഹമ്മദ് നുഫൈൽ, റുക്സാന ആനന്ദവല്ലി, കലിക്സേന സീമ ജി നായർ, ആഖ്യാതാവ് പ്രൊഫസർ അലിയാർ. സംവിധാന സഹായം വി എൻ ദീപ, ദുർഗ രാജു. അവതരണം ആകാശവാണി തിരുവനന്തപുരം നിലയം.